ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഞങ്ങള് വന്നിട്ട് ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടില്ല. ഒരുമിച്ച് മറ്റന്നാ പോവാണ് അവര്. ഇന്ന് എല്ലാവരും കൂടി മോളും വരുമാനും കുടുംബാദികളും എല്ലാവരും കൂടി ഒരു സിനിമയ്ക്ക് VB മാള് എന്ന സിനിമാ തിയേറ്റർ തുപ്രാറ് അവിടേക്കാണ് പടത്തിന് പോകുന്നത്. എന്താണ് പടത്തിന്റെ പേരെന്നോ ആരാണോ നായകനെന്നോ ഒന്നും ഞങ്ങളോട് ചോദിക്കരുത്, അറിയില്ല. ചിഞ്ചു അവിടെ ഉണ്ട്, ചിഞ്ചും ചാലും അവിടെ ഉണ്ട്, ടിക്കറ്റ് എടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകണം. അപ്പൊ പടം നല്ല പടമായിരിക്കും നാം പറയുന്നത്. എന്തായാലും പൊട്ടാലും ആയിരിക്കട്ടെ. എന്തായാലും സാനി പറയാ, എന്താ സാനിയുടെ അഭിപ്രായം എന്താണ്? രണ്ടാമത് വിചാരിക്കുന്നത് നന്നാവും സാധ്യത. അപ്പതേ പോവാൻ വേണ്ടി യാത്ര നേരത്തെ ഒരുത്തണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു സൈക്കിളിന്. പോട്ടെ, എന്തായാലും പാവം ചേർക്കാൻ അല്ല അല്ല ആഞ്ഞെന്ന് പറയുന്ന എന്താണ് നീ പറയുന്നത്? അപ്പൊ അങ്ങനെയാണ് കഥ. അപ്പൊ ഇന്ന് നന്നായിട്ടൊന്നും ഉറങ്ങി. വളരെ ഒരു കൊല്ലത്തിന് ശേഷം കൊണ്ട് ഉച്ചയ്ക്ക് എടുത്തിട്ട് നന്നായിട്ട് ഉറങ്ങിയത്. അപ്പൊ സുഖമായിട്ട് ഉറങ്ങി. പക്ഷെ ഓക്കെ, ഞങ്ങള് സിനിമാ തിയേറ്ററിലെത്തി. കേക്കല് പടം സെക്കൻഡ് ഫ്ലോറിലാണ്. അവിടേക്ക് പോകണം, പടം കാണാൻ പോകണം. നല്ല പടത്തിന് പേര് ഇപ്പോൾ അറിയില്ല. പടം കാണാൻ പോകുന്നതിനും ഫുള്ളായിട്ട് ആരും കേട്ടരുത്. ഞങ്ങൾ ഫാമിലിക്ക് വേണ്ടി മാത്രം ബുക്ക് ചെയ്തെടുക്കണ പടമാണ് ഇന്ന്. അപ്പം തിയേറ്ററിനുള്ളിൽ പോയിട്ട് ബാക്കി ഓടി പിടിക്കാം. ഹലോ, സെക്കൻഡ് ഫ്ലോർ ഏതാ? സെക്കൻഡ് ഫ്ലോർ. ആ ഇറങ്ങി. വളരെ മോശമാണ്. കാശ് പോയി. ആകെ ഞങ്ങൾ 10 ആളുണ്ടായുള്ളൂ. വേറെ ആരും ഉണ്ടായില്ല. അതാണ് ആളില്ലാഞ്ഞ്. ബോർ പടം ജീവിതത്തിൽ കണ്ടിട്ടില്ല. മഹാരാജ. അങ്ങനെ ശരിക്ക് പൈസ പോയി പടം. ഇത്രയും മോശം പടം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ 10 പേര് വന്ന് വളരെ മോശം. മഹാരാജ ഹോസ്റ്റലിൽ 10 പേര് ഞാൻ കണ്ടായുള്ളൂ. വളരെ ബോറ്. സിനിമ എന്ന് പറയാൻ പറ്റാത്തൊരു സാധനം. അത്രയ്ക്കും മോശമായിട്ടൊരു സിനിമ ആദ്യമായിട്ട് കാണുന്നു. വളരെ മോശം. പടം കഴിഞ്ഞത് പിള്ളേർ വണ്ടിയിലേക്ക് കയറണ വളരെ പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെട്ടില്ല. അത്രയും കത്തി. ഇങ്ങനത്തെ ഒരു പടം കാശ് എത്ര നഷ്ടമായത്. കേടുന്ന രണ്ടാളും ഡാൻസ് അടിക്കാം. ആ ബാക്കില് വളരെ വളരെ മോശം പടം. മഹാരാജ ഹോസ്റ്റല്. ഇനി ആരും പെടല്ലേ. 10 പേരുണ്ടായുള്ളൂ ഞങ്ങൾ. ജീവിതത്തിൽ ഇത്രയും മോശമൊരു പടം കണ്ടിട്ടില്ല. ഫാമിലിയായിട്ട് പോയിട്ട് ഞങ്ങൾ 10 പേരിനാകുണ്ടായി. പോയിട്ടും മടങ്ങി വരുന്ന വിഷമം കൊണ്ട് പടം കണ്ടു. വളരെ ബോറ് പടം. എന്തിനാണ് ഇങ്ങനെ ഒരു യൂട്യൂബർമാരെ വെച്ച് ഒരു പടം വിജയിച്ചു? ആരെ? ഹാഷിറിൻ്റെ ടീമിൻ്റെ ഒരു പടം വാഴ 2 വിജയിച്ചു എന്നും പറഞ്ഞിട്ട് അതേ ഇതിൽ ഇതൊരു പ്രേതമാണ്. നനഞ്ഞ പ്രേതം പടക്കമായിട്ടാണ് വന്നിരിക്കുന്നത് യൂട്യൂബർമാരെ വെച്ചിട്ട്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ എടുത്ത് മനുഷ്യനെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടാകും. 10 പേര്, അതായത് ഈ പടം എടുത്ത നിർമ്മാതാവിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നു. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ കഷ്ടം? എന്തായാലും കുറച്ച് കാശൊക്കെ ചിലവായിട്ടില്ല. വളരെ മോശം. ധാരാളം ഒരു ജാതി പടങ്ങൾ പിടിക്കുന്നത്. അതും കാണാൻ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് പോകണം. ദയവ് ഇത് ആരും ഇത് കാണാതിരിക്കുക. ജാതി പടങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ വരും. സിനിമാ തിയേറ്ററിൽ ഇപ്പോൾ ഫാമിലിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 12,500 രൂപ ചിലവാണ്. അത്രയും വളരെ മോശം പടമാണിത്. ഈ പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇനി ആരും പോയി പെടാതിരിക്കുക. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.